ഭക്തി മാർഗത്തിലൂടെയാണ് നമ്മൾ ആത്മീയതയിലേക്ക് വരുന്നത്. ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭക്തി മാർഗത്തിലേക്ക് കടക്കണം. അതാണ്, ഭക്തി മാർഗത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ആത്മീയതയെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് ഒരാളോട് ധ്യാനം ചെയ്യാൻ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതേസമയം ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്കത് പെട്ടെന്ന് അതിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആത്മീയത എന്താണെന്നാണ്. ഈ ആത്മീയത എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അത് ധ്യാനം ചെയ്യുന്നതാണ്, യോഗം ചെയ്യുന്നതാണ്, തപസ്, ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, വലിയ ആശ്രമങ്ങളിൽ പോകുന്ന, അമ്പലങ്ങളിൽ പോകുന്നത്. പക്ഷേ അതൊന്നുമല്ല ആത്മീയം എന്ന് പറയുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആത്മീയതയുടെ യഥാർത്ഥ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക, നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക, ജീവിതത്തെ ഒരു വലിയ ലക്ഷ്യത്തോടെ കാണാൻ തുടങ്ങുക. എന്നാൽ ഈ മനസ്സിൻ്റെ ശുദ്ധീകരണം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതാണ് ഭക്തി. ആ ഭക്തി മാർഗത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ആത്മീയതയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഭക്തി എങ്ങനെയാണ് ആത്മീയതയുടെ ആദ്യ പടിയാകുന്നത്? ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ലത്, അല്ലേ? ഒരു നാൾ അത് പെട്ടെന്ന് കമന്ന് വീഴും, പിന്നീട് മുട്ടിലിഴയും, പിന്നെ പിച്ച വയ്ക്കും, പിന്നെ എവിടെയെങ്കിലും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും, പിന്നെ പിച്ച വയ്ക്കും. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ. അപ്പം പല തരത്തിൽ ഉള്ള വേദനകൾ ആ കുഞ്ഞിന് സഹിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ വീണും തല്ലിയും ഒക്കെയാണ് എഴുന്നേറ്റ് നടന്നാണ് നല്ലതായിട്ട് എഴുന്നേറ്റ് പഠിക്കുന്നത്. അതേപോലെ തന്നെയാണ് ആത്മീയതയും. അപ്പോൾ ആത്മീയതയും അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ധ്യാനത്തിനും ഒരു ചടങ്ങുകൾക്കും ഒക്കെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിനെ ഒരു സ്ഥലത്ത് നിർത്തേണ്ടതുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അത് ദൈവസ്മരണയാണ്. അതാണ് ഭക്തി. ദിവസവും വീട്ടിലൊരു വിളക്ക് വയ്ക്കുക, അമ്പലങ്ങളിൽ, അടുത്തുള്ള അമ്പലങ്ങളിലൊന്ന് ദർശനം ചെയ്യുക. അങ്ങനെ ഉള്ള വിഷയങ്ങളിലേക്ക് ആ ദൈവത്തോട് കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാവും. അപ്പോൾ ദൈവത്തെ സ്നേഹത്തോടെ ഓർത്ത് നമ്മൾ ആ ഒരു മനസ്സിനെ ഒരു ദിശയിൽ നിർത്തുന്ന ആദ്യ പരിശീലനമാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിമാർഗം മനുഷ്യൻ്റെ ഹൃദയത്തെ എങ്ങനെയാണ് മാറ്റുന്നത്? നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ അഹങ്കാരം കുറയും, നമ്മുടെ മനസ്സ് ഒന്ന് സോഫ്റ്റ് ആകും, ക്ഷമയുണ്ടാകും, കരുണയുണ്ടാകും, മറ്റുള്ളവരോട് സ്നേഹമുണ്ടാകും, നമ്മളിൽ നിന്നും സ്വാർത്ഥത അപ്രത്യക്ഷമാകും. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും മൃഗങ്ങളോടും ഈ പ്രകൃതിയോടും നമുക്ക് സ്നേഹം തോന്നും. ഇവയെല്ലാം ആത്മീയതയുടെ അടിസ്ഥാനമാണ്. അപ്പോൾ ഒരു മണ്ണിൽ നമ്മളൊരു എന്തിൻ്റെയെങ്കിലും ഒരു വിത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് തനിയെ വളരില്ല. ആദ്യം ആ മണ്ണിനെ നമ്മളൊന്ന് ഒരുക്കണം. പുല്ലും കല്ലുകളും ഒക്കെ നീക്കി അതിനെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോഴാണ് ആ വിത്ത് ആ മണ്ണിലിടുമ്പോൾ അത് വളരുന്നത്. ഭക്തി എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കുന്ന, അതേ മണ്ണ് വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഭക്തിയിൽ എന്താണ് അത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്തി എന്ന് പറയുന്നത് ഒരു പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ഒരാൾ പറയുമ്പോൾ കേൾക്കേണ്ട ഒരു പ്രഭാഷണവുമല്ലത്. ഭക്തി എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ഒരു ഭക്തൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ തൻ്റെ മനസ്സിലെ എല്ലാ വേദനകളും അവിടെ തുറന്നു പറയുകയാണ്. ദൈവം അത് കേൾക്കുന്നുണ്ടെന്ന് ഉള്ളിലെ ആ ഉറപ്പ്, ആ വിശ്വാസമാണ് ഭക്തി എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആയിരിക്കണം ഒരാൾ ക്ഷേത്രത്തിൽ പോകേണ്ടത്. ഇതൊരു ദൈവവും ആ മനുഷ്യനും, നമ്മുടെ മനുഷ്യനും തമ്മിലുള്ള ഒരു ആന്തരികമായ സൗഹൃദമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഹൃദയബന്ധം. അങ്ങനെ ആ ഹൃദയബന്ധം ആത്മാർത്ഥമാണെങ്കിൽ ആ ഒരു വ്യക്തി അമ്പലങ്ങളിൽ പോലും പോകേണ്ട ആവശ്യമില്ല. അവർ ഇരിക്കുന്ന ഇടത്തിലിരുന്ന് വിളിച്ചാൽ ആ ദൈവം ഏതോ ഒരു രൂപത്തിൽ അവരുടെ സമീപമെത്തും. അതാണ് സത്യം, അതാണ് ഭക്തി. ഭക്തനാകുന്നത് എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഭക്തി ഉണ്ടാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് നമ്മൾ പണം മുടക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് പഠിപ്പും വേണ്ട ആവശ്യമില്ല, നമ്മൾ വേദപാരായണങ്ങൾ വേണ്ട,
ജാതിയോ മതമോ അതിൻ്റെ ഒന്നും വേർതിരിവുകൾ വേണ്ട, വലിയ ചടങ്ങുകളൊന്നും വേണ്ട. ഒരേ ഒരു തിങ്ക് മാത്രം മതിയാവും, ഒരു സ്നേഹമുള്ള ഹൃദയം. ആ ഒരു തിങ്ങിരുന്നാലേ നമ്മൾക്ക് അത് വരും താനെ. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ, അവൻ എനിക്കൊരു പുഷ്പം തരട്ടെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം, പക്ഷെ അത് ഹൃദയപൂർവ്വം വേണം. അത് ഭഗവാൻ എല്ലാ ദൈവങ്ങളും അത് തന്നെയാണ് തൻ്റെ ഭക്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എത്ര വിലപിടിപ്പുള്ള ഏതൊക്കെ സാധനം നിങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്താലും അതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ, അതിനകത്തൊരു സ്വാർത്ഥതയുണ്ടെങ്കിൽ അത് ഭഗവാൻ അവിടെ സ്വീകരിക്കാൻ ലേറ്റാകും. എപ്പോൾ നിങ്ങൾക്കൊരു നിസ്വാർത്ഥമായ മനസ്സുണ്ടാകുന്നു, അതുവരേക്ക് ഭഗവാൻ നിങ്ങളെ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വയ്ക്കും. ആ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്കതിൽ നിന്നും വെളിയിൽ വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കർമ്മങ്ങൾക്കനുസരിച്ച് വരുന്ന ആ ദുരനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഭഗവാനെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ ആ ദുരനുഭവങ്ങളുടെ കാഠിന്യം കുറയും. അതാണ് ശരിയായ ഭക്തി. അങ്ങനെയുള്ളവരുടെ അടുത്ത് അവർ ദൂരെ അമ്പലങ്ങളിലൊന്നും പോകണ്ട, ദൂരെയുള്ള ഒരു കാര്യങ്ങൾക്കും പോകേണ്ട ആവശ്യമില്ല. അവരിയ്ക്കുന്ന ഇടത്തിൽ അവർ ആത്മാർത്ഥതയോടെ ഭഗവാനെ എന്നൊന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്ത് അവരെത്തും, ആ ഭഗവാൻ എത്തും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെത്തുന്നത്? അവരുടെ ഹൃദയം നിർമ്മലമാണ്, നൈർമല്യമുള്ളതാണ്. പക്ഷെ അത് വെളിപ്പെടെ ആർക്കും അത് കാണാൻ അറിയാനും പറ്റില്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. പുറമേ അവർ ഭയങ്കര റഫായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ക്രൂവലായിട്ട് തോന്നും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറയുന്ന, അല്ലെങ്കിലും നമ്മൾക്കറിയാം സത്യങ്ങൾ തുറന്ന് പറയുന്ന, അല്ലെങ്കിൽ സത്യങ്ങൾ പറയുന്നവരെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ അത് അവർക്ക് ഭഗവാൻ ഇഷ്ടമാണ്. സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് മനുഷ്യൻ ഒരുപാട് പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത്. അവർ സത്യത്തിൻ്റെ പാതയിലേക്ക് നടക്കുമ്പോൾ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും, അവരെ ഒരുപാട് വിമർശനം ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഒരേ ഒരാൾ മാത്രം അവരെ വിമർശിക്കില്ല, ഒരാൾ മാത്രം അവരെ തള്ളി നിർത്തില്ല. ദൈവം, അവർ വിളിക്കുന്ന, ഹൃദയം കൊണ്ട് വിളിക്കുന്ന ആ ദൈവം അവരെ ഒരിക്കലും തള്ളി പറയില്ല. അവരെ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു കഷ്ടം വരുമ്പോൾ പോലും മറ്റുള്ളവരെന്താ പറയുന്നത്? അവരുടെ ശത്രുക്കളായിട്ട് അവരെ കാണുന്ന മനുഷ്യർ പറയുന്നത്, അവൻ ഇത്രയൊക്കെ ആയിട്ടും നോക്കിക്കുക, അവൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നില്ലേ, സത്യമേവ ചെയ്തെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടും അവനെന്താ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അവർ ആന്തരികമായിട്ട് അനുഭവിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ആ ഒരു സമാധാനം അത് മറ്റാർക്കും മനസ്സിലാകില്ല. ആ സമാധാനമായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയിൽ ദൈവം അവരുടെ ഉള്ളിൽ തന്നെയാണ്. അത് ഭക്തിയുടെ ഒരു ഭാഗം. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ടി വരും അതിനകത്ത്. അപ്പോൾ നമ്മൾ ഈ ആത്മീയതയിലേക്ക് വരുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആത്മീയതയിലെ പടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അത് നമ്മൾ ഭക്തി ആ ഒരു രീതിയിലേക്ക് വന്നു, വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് വന്നു. ആ ഭക്തിയിൽ നിന്നും ഒരാൾ ലേണിംഗ് ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ ആ ഭക്തി ഒരു നിസ്വാർത്ഥമായ ഒരു ഭക്തിയാണ് ഭഗവാനോട് വയ്ക്കുന്നതെങ്കിൽ അവരുടെ ഹൃദയം ശുദ്ധമാകും, ജീവിതത്തിൽ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. പിന്നീട് പതിയെ പതിയെ ധ്യാനത്തിലേക്ക് കടക്കും, പിന്നെ ഒരു മൈൻഡ് ഫോക്കസിലേക്ക് വരും, സ്വയം അവരെ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങും, എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാന്തത കൈവരും, അവരുടെ ആത്മാവിനെ തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ സ്ലോലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് വരണമെങ്കിൽ ഭക്തി എന്ന ഒരു ഫൗണ്ടേഷൻ വേണം. ഭക്തിയില്ലാത്ത ആത്മീയത ഒരിക്കലും പൂർണ്ണമാവില്ല. ആത്മീയതയില്ലാത്ത ഭക്തി അതിന് ആയുസ്സുമില്ല, ആഴവുമില്ല. അപ്പോൾ ഇരു ഭാഗങ്ങളും ഒന്നിച്ചാണ് യാത്ര പൂർത്തിയാകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പലരും ചെയ്യുന്ന തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ മനുഷ്യന് ധാരാളം അറിവുണ്ട്, എന്തും നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാൻ പറ്റും, യൂട്യൂബിൽ കാണാം, പുസ്തകങ്ങൾ വായിക്കാം. പക്ഷേ അതൊക്കെ ചെയ്തിട്ടും മനസ്സ് ശാന്തമാകുന്നില്ല, മനസ്സിന് സ്വസ്ഥത ഇല്ലാതാകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഠനം മുന്നിൽ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ മനസ്സെപ്പോഴും പിന്നിലേക്കാണ് പോകുന്നത്.
പഠനം മാത്രമല്ല നമ്മുടെ മനസ്സിനെ മാറ്റുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹൃദയത്തിൽ ഭക്തി വരണം. നമ്മളിപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് എത്ര നാമജപം ചെയ്താലും, എത്ര പുരാണ പാരായണങ്ങൾ വായിച്ചാലും, പുരാണ പ്രഭാഷണങ്ങൾ കേട്ടാലും, നമ്മുടെ മനസ്സിൽ ആ ഒരു ഭക്തി വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ പഠിക്കുന്ന ആ നാമജപം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഭക്തി മാർഗം എന്ന് പറയുന്നത് അതാണ് ഒരു തുടക്കം. അത് കാലക്രമേണ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് നാമജപം മന്ത്രജപങ്ങൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒടുവിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ ആരംഭിക്കും. ജീവിതത്തിൽ നമ്മുടെ ഈ ഭക്തി അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ ദൈവത്തെ, അല്ലെങ്കിൽ സദാസമയം ദൈവത്തെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഒരു സിമ്പിളായിട്ടുള്ള ഒരു മന്ത്രജപം, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഹരി ഓം, അമ്മേ നാരായണ, ഈ മന്ത്രജപങ്ങൾ ഒരു പതിവാക്കുക. മനസ്സ് ഒന്ന് താളം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുക. എല്ലാ ദിവസവും 2 മിനിറ്റെങ്കിലും ഹൃദയം തുറന്ന് ഭഗവാനോട് മാനസികമായി സംസാരിക്കുക. ഒരാളോടും ദേഷ്യം വയ്ക്കാതിരിക്കുക. ഇതാണ് ഭക്തിയുടെ ലിവിങ് ഫോം എന്ന് പറയുമ്പോൾ. അതാണ്. അപ്പോൾ ഈ ഭക്തി എന്ന് പറയുന്നത് ആത്മീയതയുടെ ആദ്യ പടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം വഴികാട്ടി എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് കാണണം. അത് കാണാതെ കടലിൽ ഇറങ്ങുന്നത് അപകടമാണ്, അല്ലേ? ഈ ഭക്തി മാർഗം ആ ലൈറ്റ് ഹൗസാണ്. ഭക്തി എന്ന് പറയുന്നത് നമ്മെ തുടങ്ങാൻ സഹായിക്കുകയാണ്. ആത്മീയത നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുകയാണ്. നീ ആരാണ്? ഞാൻ ആരാണ്? എൻ്റെ ജന്മലക്ഷ്യം എന്താണ്? ഇതെല്ലാം നമ്മളെ ബോധ്യമാക്കിക്കുകയാണ് ആത്മീയതയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഭക്തി നമ്മളെ കൊണ്ടുപോകുന്നത്. അതായിരിക്കണം ആ ഭക്തിയുടെ ലക്ഷ്യവും. അതിനാൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ആത്മീയതയുടെ ആദ്യ പടിയുടെയും ആദ്യ പാഠത്തിൻ്റെയും ആദ്യ ശ്വാസത്തിൻ്റെയും ഉറവിടം. യാത്രയുടെ തുടക്കം സ്നേഹത്തിലാവണം, അവസാനം ആത്മജ്ഞാനത്തിലാവണം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ആത്മീയതയിലേക്ക് വരാനുള്ള മാർഗം. അപ്പോൾ എല്ലാവരും ദിവസവും എത്ര ഇപ്പം പറയും, ഇന്ന് വൈകുന്നേരം ഈ സമയത്ത് വിളക്ക് കത്തിക്കണം, അല്ലെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കത്തിക്കണം. അതാണ് ഉത്തമം. പക്ഷേ അതിന് പറ്റിയില്ലെങ്കിൽ രാവിലെ 10 മണിക്കകത്ത് അല്ലെങ്കിൽ വൈകുന്നേരം 8 മണിക്കുള്ളിൽ നിങ്ങൾക്ക് വിളക്ക് കത്തി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ആ സമയങ്ങളിൽ ഒരു ദീപം മുടങ്ങാതെ വെച്ച് ഒരു 5 മിനിറ്റ് നിങ്ങൾ അവിടെ വന്നിരുന്ന് ഭഗവാനോട് നിങ്ങൾ സംസാരിക്കുക. അന്ന് നടന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളൊന്ന് നന്ദി പറ. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതല്ലാതെ നമ്മൾ വീട് അലങ്കോലമായിട്ടിട്ടിട്ട് നമ്മുടെ ദിനചര്യകൾ കറക്റ്റ് ചെയ്യാതെ ഏതൊക്കെ അമ്പലങ്ങളിൽ പോയി നിങ്ങൾ എത്ര രൂപ കൊടുത്ത് നിങ്ങൾ വഴിപാട് ചെയ്താലും അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് സത്യം. ഒഴിവു സമയങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ഈ ഒഴിവു സമയങ്ങളിൽ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന സമയങ്ങളിൽ ഒരു 5 മിനിറ്റെങ്കിലും എൻ്റെ വീട്ടിൽ ഞാനൊരു ദീപം വയ്ക്കാൻ സമയം ചിലവഴിക്കുന്നുണ്ടോ? എത്ര തിരക്കിട്ടാണെങ്കിലും, എത്ര തിരക്കിട്ട ജോലിയിൽ ഇരിക്കുന്ന സമയത്തും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കാര്യത്തിന് മുന്നിൽ വന്ന് നിന്ന് നിങ്ങളെ സഹായിക്കും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉടനെ അങ്ങ് ദൈവം കൂടെ വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും നമ്മൾ ഉടനെ അങ്ങ് റിലീഫായെന്നുള്ളതല്ല. നമ്മുടെ ആ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയും. നമ്മളതിനെ ഭഗവാനെ സാക്ഷി നിർത്തി നമ്മൾ ആ പ്രശ്നങ്ങളുടെ മുന്നിൽ നമ്മൾ അതിനെയെല്ലാം അംഗീകരിച്ച് സറണ്ടറായി കഴിയുമ്പോൾ അത് ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമ്മൾ അനുഭവിക്കേണ്ടതിൻ്റെ ആ ഒരു കാഠിന്യത്തെ കുറച്ച് അതിനെ അനുഭവിക്കണം. പക്ഷേ നമ്മൾക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ, നമ്മുടെ മാനസികമായും ശാരീരികമായും ഒരു ബാധിപ്പും ഉണ്ടാകാത്ത രീതിയിൽ ഭഗവാൻ അതിനെ മാറ്റിത്തരും. അതായിരിക്കണം ഭക്തി.
ആ രീതിയിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നെല്ലാം കാലക്രമേണ നമ്മൾക്ക് ബോധ്യമായി ഒരു ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഭക്തി മാർഗത്തിലേക്ക് വരിക എല്ലാവരും. അതിനെ ദിവസവും അങ്ങ് ദൈവമേ 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 എന്ന് വിളിച്ചിട്ടിരിക്കാനല്ല പറയുന്നത്. ആ രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് സമയം ഒതുക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സിന് ഒരു തോന്നലുണ്ടാകുമ്പോൾ ദൈവം നിങ്ങൾക്കതിനുള്ള ഒരു വഴി നിങ്ങൾക്ക് ദൈവം തരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം. പക്ഷേ പുറമേ ഉള്ളവർ പറയുമായിരിക്കാം, നീ ഈ അനുഭവിക്കുന്നില്ലേ, അല്ലെങ്കിൽ നിനക്ക് കഷ്ടമല്ലേ. കഷ്ടമാണ്, പക്ഷേ എനിക്ക് ആ കഷ്ടങ്ങളെ ഒന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. എനിക്ക് ഒരു ആഘാതവും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല അത് പഴയതുമാതിരി. അപ്പോൾ അതാണ് എനിക്ക് വേണ്ടിയത്. ഏത് സാഹചര്യത്തിലും എനിക്ക് മനസ്സിന് സമാധാനമായിട്ടും സന്തോഷമായിട്ടും എനിക്കതിനെ എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നു. അതല്ലേ വേണ്ടിയത്. അതാണ് വേണ്ടതും. എല്ലാവർക്കും അതാണ് വേണ്ടിയത്, മനസ്സമാധാനം. ഏത് കാര്യങ്ങൾക്കും ഒന്നിൻ്റെ മുന്നിലും നമ്മൾ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ധൈര്യം. എല്ലാവർക്കും അതിന് വഴിയാകട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.